ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, നമ്മുടെ കർത്താവിൻ്റെ ഉത്ഥാന പെരുന്നാളിൻ്റെ മഹാ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ ദിവസങ്ങളിലൂടെയാണല്ലോ നാം എല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 50 ദിവസക്കാലം നോമ്പ് നോറ്റ് ഉപവാസമനുഷ്ഠിച്ച് പ്രാർത്ഥനാനിരതരായി എൻ്റെ ഉത്ഥാന പെരുന്നാളിലേക്ക് നമ്മൾ ആഘോഷപൂർവ്വം സംബന്ധികളായി തീരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ക്രിസ്തു എന്തിനാണ് ഇത്രമേൽ നമ്മളെ സ്നേഹിച്ചത് എന്ന് നാം ഒന്ന് ഓർക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളോടൊക്കെയുള്ള സ്നേഹമാണ് ക്രിസ്തുവിനെ ഈ സഹനങ്ങളിലേക്കൊക്കെ നയിച്ചു കൊണ്ടുപോയത്. ക്രിസ്തു നമ്മളെ സ്നേഹിച്ചത് സമർപ്പണത്തോടു കൂടിയുള്ള സ്നേഹമായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒപ്പമായിരിക്കുന്നതിന് പകരം ഒറ്റപ്പെടുത്തുന്ന ജീവിതാനുഭവങ്ങളാണ് നാം ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആധുനിക കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ഒറ്റപ്പെട്ട തുരുത്തുകളാകുവാനായിട്ടാണ് ശ്രമിക്കുന്നത്. അവിടെയാണ് സമർപ്പണത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ആ പ്രതീകം നമുക്ക് മുമ്പിലേക്ക് ക്രിസ്തു വരച്ചു കാട്ടുന്നത്. അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹം ത്യാഗപൂർണവുമായിരുന്നു. നമ്മുടെ സന്തോഷത്തേക്കാൾ അധികമായി അപരൻ്റെ സന്തോഷത്തിനും, നമ്മുടെ സ്വന്തം വളർച്ചയേക്കാൾ അധികമായി അപരൻ്റെ വളർച്ചയ്ക്കും പ്രാധാന്യം നൽകുന്നതാണ് ത്യാഗപൂർണമായ സ്നേഹം. ആ സ്നേഹത്തിലൂടെയായിരുന്നു ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ യാത്ര എങ്ങോട്ടാണ്? ഈ കഴിഞ്ഞ 50 ദിവസം തീർത്ഥാടന യാത്രയിൽ നമ്മളുടെ സ്നേഹങ്ങൾ സമർപ്പണത്തോടു കൂടിയായിരുന്നു. നമ്മുടെ സ്നേഹങ്ങൾ ത്യാഗപൂർണമായിരുന്നു. ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും അതില്ലാതെയായി തീരുമ്പോഴാണ് പ്രത്യാശയില്ലാത്ത മനുഷ്യരായി നമ്മൾ പലപ്പോഴും മാറിപ്പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ ഉയർപ്പ് നിരാശയുടെ ഓർമ്മപ്പെടുത്തലല്ല, അതിലുമുപരി പ്രത്യുത പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ട് ആ പ്രത്യാശയെ, ആ പ്രതീക്ഷയെ നമ്മുടെ ജീവിതത്തിൽ മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.